ജോച്ചേട്ടൻ ചെറിയ പണക്കത്തിലേക്കായിരുന്നു കിടക്കി. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പുള്ളിയുടെ ടെൻഷൻ കാരണം പുള്ളി കുറേ പേരെ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്ത് എന്നെ അന്നങ്ങ് ബ്ലോക്ക് ചെയ്തു. ഞാനിപ്പം അഭിഷേക്, വിഷ്ണു ഇവർ രണ്ടുപേരും എനിക്ക് അനിയന്മാരാണ്. അനിയൻ ഇതിന് വരുന്നുണ്ട്. അവൻ ബാംഗ്ലൂരിൽ നിന്ന് ഇന്നലെ നൈറ്റ് തിരിച്ചു. അവൻ കൊച്ചിയിൽ എത്തും. സെറീന ലക്ഷ്മി അവർ തമ്മിലൊരു സഹോദരി നിന്നാണ്. അപ്പോൾ അവൾ അങ്ങനെ, അതായത് എനിക്ക് ഫാമിലി, പിന്നെ ശ്രീചേട്ടൻ ഷൂട്ടിലായിട്ട് വന്നില്ല. ഞാൻ വളരെ ക്ലോസ് ആയിട്ട് ഇവിടെ എത്തണമെന്ന് ആഗ്രഹിച്ചവരാണ്. പിന്നീട് എൻ്റെ നഗരൻ്റെ കോട്ട പറയുന്ന എൻ്റെ ഒരു ആയിട്ട് സുഹൃത്തുക്കളും ശക്തമായി മാധ്യമങ്ങളെ വിമർശിക്കുന്ന ആൾ കാണത്തില്ല. ഞാൻ മുഖ്യധാര, ഞാൻ ഓൺലൈൻ മാധ്യമങ്ങളെക്കാളും ഞാൻ മുഖ്യധാര മാധ്യമങ്ങളെ പലപ്പോഴും വിമർശിച്ചിട്ടുണ്ട്. കാരണം ഇത് ഭയങ്കര പവർഫുള്ളായിട്ടൊരു സംഭവമാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചാൽ ഒരാളുടെ ജീവിതം നന്നാക്കാനും നശിപ്പിക്കാനും പറ്റും. ഇല്ല, അത്രയും പവർഫുള്ളാണ് ഇപ്പോൾ ഓരോ ഓൺലൈൻ മാധ്യമങ്ങൾ ചെയ്യുന്ന നിങ്ങളും മുഖ്യധാര മാധ്യമങ്ങളും. അതുപോലെ തന്നെ നമുക്ക് നാടിനെ നന്നാക്കാനും പറ്റും. ഇപ്പം ഞാൻ സോഷ്യൽ മീഡിയ വഴി ഒരു ഇഷ്യൂ നമ്മൾ 3 മാസം മുമ്പ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചു. അത് എനിക്ക് എന്ത് സപ്പോർട്ടാണ് നിങ്ങളെല്ലാവരും തന്നത്. അതെന്തുകൊണ്ടാണ് ഞാൻ ഉന്നയിച്ച ഒരു വിഷയം ശരിയാണെന്ന് തോന്നിയതുകൊണ്ടാണ്. നമ്മുടെ രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ട് ഇപ്പോൾ ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാർ എന്നോട് പറഞ്ഞു അവർ പറയുന്ന മാറ്റം ശരിയാണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുക. മാധ്യമങ്ങളെ തള്ളിപ്പറയേണ്ടി വരുന്നത് മാധ്യമങ്ങൾക്ക് അജണ്ടകൾ വരുമ്പോഴാണ്. ഇപ്പോഴും ഇപ്പം ഞാനത് ഉദാഹരണം പറയാം. ഞാൻ 24 ജനകീയ കോടതി എന്ന പരിപാടിയിൽ പോകുമ്പോൾ ബേസിക്കലി ഒരു മാധ്യമങ്ങൾക്ക് നിഷ്പക്ഷരുടെ പിന്തുണ എപ്പോഴും കിട്ടും. കാരണം രാഷ്ട്രീയക്കാരോട് വിരോധമുള്ള, ഭരണത്തോട് വിരോധമുള്ള, സർക്കാരിനോട് വിരോധമുള്ള എല്ലാവരും അനുകൂലിക്കുന്നത് ജനങ്ങളുടെ പക്ഷം നിന്ന് സംസാരിക്കുന്ന മാധ്യമങ്ങളെയാണ്. അപ്പം അവിടെ നമ്മൾ ആ 24 പരിപാടി കഴിയുമ്പോൾ കണ്ടത് ഹാഷ്മിക്ക് ഭയങ്കരമായ ഹേറ്റും എനിക്ക് ഭയങ്കരമായ സപ്പോർട്ടും വന്നു. അത് എന്നോടുള്ള വ്യത്യസ്തം കൊണ്ട് മാത്രമായിരുന്നില്ല. അവിടെ ഹാഷ്മി എടുത്തിരുന്ന നിലപാട് ജനവിരുദ്ധമായ നിലപാടായിട്ട് ജനങ്ങൾക്ക് ഫീൽ ചെയ്തു. ഞാൻ സ്വീകരിച്ചിരുന്നത് ജനങ്ങളുടെ പക്ഷത്തു നിന്ന്. അപ്പം ജനങ്ങളുടെ പക്ഷത്തു നിന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ മാധ്യമങ്ങൾ ജനപക്ഷത്തു നിന്ന് മാറി. അതിലാണ് നമ്മൾ എതിർക്കുന്നത്, അതിലാണ് മീഡിയസിനെ എതിർക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം ഇന്ന് നിങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ലോകമാണ്. അതിനെ സ്വീകരിക്കുക, സപ്പോർട്ട് ചെയ്യുക. പല സിനിമാ താരങ്ങളും അവരുടെ തുടക്കകാലത്ത് മീഡിയസിനെ ആശ്രയിക്കുകയും പിന്നെ ഒരു ലെവലിലെത്തി കഴിയുമ്പോഴത്തേക്കും അവരെ തള്ളി പറയുന്ന രീതി ഇപ്പോൾ പ്രവണത ഇപ്പോൾ കാണുന്നുണ്ട്. അതിനെപ്പറ്റിയാണ് കഴിഞ്ഞ ദിവസം ഇടിച്ചു കയറ്റക്കൊണ്ട് നമ്മളിപ്പം ഔചിത്യബോധം എന്നൊരു സംഭവം ഒരു വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് നിങ്ങളും മനസ്സിലാക്കേണ്ടതാണ്. അതായത് ഒരാളുടെ മാനസികാവസ്ഥ നമ്മളെപ്പോഴും ചിന്തിക്കണം. ഇപ്പോൾ വരുന്നൊരു ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, ബിസിനസ്സുകാരനായിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, ഇപ്പം നിങ്ങളായിക്കോട്ടെ. ഇപ്പം ഞാൻ ചിലപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഒരു വലിയ വഴക്കുണ്ടാക്കിയിട്ട് ഇറങ്ങി വരുമ്പോൾ ഞാനൊരു സിനിമ ഉദാഹരണത്തിന് വനിതാ വീട്ടിൽ ഞാൻ സിനിമ വരികയാണ്. ഒരാളെ വിളിച്ച് എൻ്റെ പുറത്ത് കാണാൻ പറ്റും. പക്ഷേ ഞാൻ രാവിലെ എൻ്റെ മൂഡ് ഇത്ര ശരിയല്ല. ചിലപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയം വരെയും നമ്മൾ ആ മൂഡ് വേറൊരു മൂഡിലായിരിക്കും. ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരുത്തം വന്ന് ക്യാമറയും കൊണ്ട് വേറൊരു ചോദ്യമായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ റിയാക്ഷൻ ചിലപ്പോൾ മോശമായിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് കംഫർട്ടാണോ എന്നൊന്ന് ചോദിക്കുക. നമ്മൾ ഇപ്പോൾ ചോദ്യം ഇപ്പോൾ എവിടെയെങ്കിലും ചോദിച്ചത് ചേട്ടാ ചോദിക്കട്ടെന്ന് ചോദിച്ചത്. അപ്പം എൻ്റെ മുന്നേ ചോദിക്കാൻ ഞാൻ പറഞ്ഞില്ല. സൈഡിൽ നിന്ന് ചോദിച്ചാൽ എൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് അത് ഏറ്റവും നല്ല കാര്യമാണ്. ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ സിനിമാ ലൊക്കേഷനിൽ പോകുമ്പോൾ ഏതെങ്കിലും ആർട്ടിസ്റ്റിനോട് തിരിച്ചു കയറി സെൽഫി എടുക്കും. നമ്മൾ ഒന്ന് അനുവാദം ചോദിക്കും. അപ്പോൾ അതൊരു റെസ്പെക്റ്റിൻ്റെ ഭാഗമാണ്. നമ്മൾ ഇപ്പം നിങ്ങളെടുത്തും ഞാൻ വന്നിട്ട് ഇവൻ്റെ അടുത്ത് വന്നിട്ട് മോശമായിട്ട് സംസാരിക്കുമ്പം അവനോട് ഞാനും തമ്മിലൊരു അടുപ്പത്തിൻ്റെ പുറത്ത് ഞാൻ തമാശകൾ പറയുന്നു. അല്ലെന്നുണ്ടെങ്കിൽ അത് അപമാനിക്കലാവും. അതിന് വലിപ്പച്ചെറുപ്പമില്ല. അപമാനിക്കപ്പെടുന്നതിന് വലിപ്പച്ചെറുപ്പമില്ല. അത് മാത്രമേ ഉള്ളൂ. അത് തിരിച്ച് ഞാൻ പറയട്ടെ, അപ്പുറത്തുള്ളവരെ മനസ്സിലാക്കണം. അപ്പോൾ അവിടെ ഔചിത്യബോധത്തോടു കൂടി പെരുമാറി കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതിന് നിങ്ങളില്ലാതെ ഇന്ന് മലയാള സിനിമയില്ല. നിങ്ങളിലൂടെയാണ് ഇന്ന് മലയാള സിനിമ ജനങ്ങളിലെത്തുന്നത്, മലയാള സിനിമയെക്കുറിച്ച് ജനങ്ങൾ അറിയുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ അതോടൊപ്പം തന്നെ ഈ സിനിമയൊക്കെ ആണെന്നെങ്കിൽ പോലും അത് ചെയ്യുന്ന ആളുകളുടെ എഫേർട്ട്, ഓരോ സിനിമയെ സംഭവിക്കുന്നതിന് പിന്നിലുള്ള വലിയ ആ അധ്വാനം കൂടെ നിങ്ങളും മനസ്സിലാക്കണം, ഓരോരുത്തരും മനസ്സിലാക്കണം. അപ്പം ഇത് പരസ്പരമുള്ള മനസ്സിലാക്കി പരസ്പര പൂരകമായി പ്രവർത്തിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ഔട്ട് നമുക്ക് എല്ലാ മേഖലയിലും കൊണ്ടുവരാം. എല്ലാ തരത്തിലും വിമർശനമുണ്ട്. വിമർശനത്തെ പോസിറ്റീവായിട്ട് ഉൾക്കൊള്ളുന്നത്. ഇതിനകത്തൊരു സംശയം, ഇപ്പം ഞാൻ വന്നിട്ടില്ല, ഞാൻ ലേറ്റായി. അപ്പം ഇതിലെ സെലിബ്രിറ്റീസ് മാത്രമാണോ ഇതിന്? അല്ലാതെ ഞാൻ ഒരിക്കലും അങ്ങനെ സെലിബ്രിറ്റീസിനെ വെച്ച് കാണിച്ച ഒരു ഷോ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര പേരെ വിളിക്കാം. ഞാനിപ്പം അഭിഷേക്, വിഷ്ണു ഇവർ രണ്ടുപേരും എനിക്ക് അനിയന്മാരാണ്. അനിയൻ ഇതിന് വരുന്നുണ്ട്. അവൻ ബാംഗ്ലൂരിൽ നിന്ന് ഇന്നലെ നൈറ്റ് തിരിച്ചു. അവൻ കൊച്ചിയിൽ എത്തും. സെറീന ലക്ഷ്മി അവർ തമ്മിലൊരു സഹോദരി നിന്നാണ്. അപ്പോൾ അങ്ങനെ, അതായത് എനിക്ക് ഫാമിലി, പിന്നെ ശ്രീചേട്ടൻ ഷൂട്ടിലായിട്ട് വന്നില്ല. ഞാൻ വളരെ ക്ലോസ് ആയിട്ട് ഇവിടെ എത്തണമെന്ന് ആഗ്രഹിച്ചവരാണ്. പിന്നീട് എൻ്റെ നഗരൻ്റെ കോട്ട പറയുന്ന എൻ്റെ ഒരു ആയിട്ട് സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്. പിന്നെ പ്രവീൺ, പിന്നെ ഹരീഷ് ഷിപ്പിലാണ്, അവൻ ആഫ്രിക്കയിലൂടെയാണ്. ബാക്കി അങ്ങനെ ഞാൻ എൻ്റെ ഏറ്റവും ക്ലോസ് സർക്കിളിലുള്ള വളരെ കുറച്ച് പേരെ അച്ഛനമ്മ, അമ്മായിമ്മ, മൈസൂർ ഇത്രയും പേരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ഞാൻ ആരെ അറിയിച്ചിട്ട് കൂടിയില്ല. ഇപ്പോൾ ഇതിലെപ്പോലും പലരിടത്തും ഞാൻ വെറുതെ ടെക്സ്റ്റ് മെസ്സേജ് ഇട്ടിട്ട് പ്രാർത്ഥിക്കണം, അനുഗ്രഹം ഉണ്ടാവണമെന്ന് മാത്രം പേഴ്സണലി അറിയിക്കുകയാണ്. അല്ലാണ്ട് അങ്ങനെ ഒരു ഷോ കാണിച്ചിട്ട് വലിയ കണ്ടന്റ് പുറത്തു കൊണ്ടുവന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് എന്നെ പലയിടത്തും നിങ്ങളും കാണാം. പല കല്യാണങ്ങൾക്കും പല കാര്യങ്ങൾക്കും പല സ്ഥലങ്ങൾക്കും ഞാനും പോയി അധികം അറ്റൻഡ് ചെയ്യുന്ന ഒരാളും. അതിനായിട്ട് പുതിയൊരു സിനിമ വിശേഷങ്ങൾ ചെറിയ പടം ഞാൻ ചെയ്തു. അഭിഷേകൊക്കെയാണ് എൻ്റെ ലീഡ്. അഭിഷേക് ഉൾപ്പെടുന്ന ഒരു 4 ചെറുപ്പക്കാരിലൂടെ സഞ്ചരിക്കുന്ന ഒരു കഥയിൽ അത്യാവശ്യം
ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ പെങ്ങളായിട്ട് സെറീനയാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ജനുവരി അവസാനത്തോട് കൂടിയിട്ടൊക്കെ ചിലപ്പോൾ റിലീസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ കുഞ്ഞു രീതി ചെയ്ത പടമാണെങ്കിലും അത്യാവശ്യം നന്നായി മേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫൈറ്റൊക്കെ ചെയ്തിരിക്കുന്നത് നമ്മുടെ മാർക്കോടെയും ഖത്തറാറിൻ്റെയൊക്കെ ഫൈറ്റ് മാസ്റ്ററായിട്ടുള്ള ഞാൻ 2-3 ഫൈറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഭയങ്കര ഫാസ്റ്റായിട്ടൊക്കെ ആയിരുന്നു. നമുക്ക് ബഡ്ജറ്റിൻ്റെ പ്രശ്നമില്ലാണ്ട് ഒരുപാട് സമയമൊന്നും കിട്ടുന്നില്ലെങ്കിൽ ദൈവാനുഗ്രഹിച്ച് വലിയ കുഴപ്പമൊന്നുമില്ലാതെ വന്നെന്ന് അവരൊക്കെ പറയുന്നു. അപ്പോൾ അത് ജോചേട്ടൻ ചെറിയ പണക്കത്തിലേക്കായിരുന്നു കിടക്കി. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പുള്ളിയുടെ ടെൻഷൻ കാരണം പുള്ളി കുറേ പേരെ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്ത് എന്നെ അന്നങ്ങ് ബ്ലോക്ക് ചെയ്തു. അറിഞ്ഞുകൊണ്ടോ അറിയാതെ. പിന്നെ ഞാനിങ്ങനെ സംഭവം എന്നെ വിളിച്ചു അങ്ങനെ പറഞ്ഞിടാ അന്നേരത്തെ ഒക്കെ ആയിരുന്നു കുറേ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. പുള്ളി എടുത്തൊരു എഫേർട്ട് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാം. ഇത്രത്തോളം മലയാള സിനിമയിൽ അധ്വാനിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. അപ്പോൾ ആ സിനിമ നന്നാവുമ്പോൾ പുള്ളി എടുത്തൊരു എഫേർട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിനിമയ്ക്ക് ഒരിക്കലും മോശമായിട്ടൊന്നും സംഭവിക്കരുതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ സിനിമ കണ്ട നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ അതിനകത്ത് സ്ത്രീവിരുദ്ധമായിട്ട് ആ റേപ്പ് സീനിൽ എവിടെയാണ് ഗ്ലോറിഫൈ ചെയ്യപ്പെട്ടത് അങ്ങനെ എന്തെങ്കിലും കണ്ട ആരെങ്കിലും പറയുമോ? പക്ഷേ അത് അനാവശ്യമായിട്ടൊരു വിവാദം സൃഷ്ടിക്കുകയാണ്. അവിടെ ഒരു പൊളിറ്റിക്കൽ വിരോധം കുത്തിക്കയറ്റുകയാണ്. അപ്പം ഞാനും കോൺഗ്രസ് പാർട്ടിയിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ അത് ശരിയല്ല തോന്നിയിട്ട് സംസാരിച്ചു. പിന്നെ ചോദിച്ചാൽ വിളിച്ച് ഞങ്ങളൊന്ന് സംസാരിച്ചു. അടുത്തൊരു പടത്തിൽ ഇതാണെങ്കിൽ നമ്മളെ വെച്ചിട്ട് ലീഡ് പരിപാടി ആലോചിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. നന്നായി പോകുന്നു. ഞങ്ങളൊന്നും വളരെ സന്തോഷത്തോടെ അഭിപ്രായ സ്വാതന്ത്ര്യവും ഞാൻ നിന്നെ പറ്റിയൊരു അഭിപ്രായം പറയുന്നത് ഞാൻ നിന്നെ തെറി വിളിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വളരെ ലളിതമായ ഉദാഹരണമേ നിങ്ങളുടെ നാട്ടിലുള്ള ഒരു പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഒരു രാഷ്ട്രീയം ഉണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയമുള്ളൊരു പഞ്ചായത്ത് സെക്രട്ടറി ആണെങ്കിൽ നിങ്ങളോട് അയാൾക്ക് രാഷ്ട്രീയ വിരോധമുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ട് കൊടുക്കുന്ന പേപ്പർ പുള്ളിക്ക് ചെയ്തു തരാതെ നിങ്ങളെ ഇട്ട് വരയ്ക്കും. അത് ആ സെക്രട്ടറിയുടെ അവകാശമാണെന്ന് പറയും. സഹിക്കിട്ട് നിങ്ങൾ അയാളെ കയറി ചീത്ത വിളിച്ചാൽ ആ ചീത്ത വിളിക്കുന്ന കാര്യം കണ്ടല്ല അയാളെടുത്ത് വീഡിയോ ഷൂട്ട് ചെയ്ത് പുറത്തിട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറി വന്ന് ചീത്ത വിളിക്കുന്ന കോടീശ്വരൻ എന്നൊക്കെ പറയും. കോടീശ്വരനാണെന്ന് വെച്ചാൽ അയാൾക്ക് ഈ പറഞ്ഞ നീതി ലഭിക്കേണ്ടതുണ്ടോ? അയാളൊരു ബിസിനസ് ചെയ്തു പോയി. അയാൾക്കൊരു പേപ്പർ തരേണ്ടവനാണ്. അയാൾക്കൊരു രാഷ്ട്രീയമുണ്ടെന്ന് കരുതി ഞാൻ ഉദാഹരണം പറയാണ്. ഒരു പഞ്ചായത്ത് സെക്രട്ടറി ഇങ്ങനെ ചെയ്താൽ അത് അഭിപ്രായ സ്വാതന്ത്ര്യമൊന്നുമല്ല, തെമ്മാടിത്തരമാണ്. അത് തന്നെയാണ് ഒരു സിനിമയുടെ കാര്യത്തിലും ബോധപൂർവം സിനിമയെ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കഥ വിളിച്ചു പറയുക, സ്പോയിലർ വിളിച്ചു പറയുക, ആ മറ്റാരെങ്കിലും കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക. അത് ശരിയല്ല. അതിനെ നമ്മൾ എതിർക്കും. അതേസമയം ഒരുത്തം പടം കണ്ടു. അപ്പം അവൻ ജോജിനോട് ഫോൺ ചെയ്തപ്പോൾ പറയുകയാണ് റേപ്പ് സീൻ ഇങ്ങനല്ല ചിത്രീകരിക്കേണ്ടത്. അങ്ങനെ പറയാൻ ലോകത്ത് ആർക്കാണ് അവകാശം? ഒരു ഡയറക്ടർ എടുത്ത് ഇങ്ങനല്ലെന്ന് പറഞ്ഞാൽ ഇങ്ങനല്ലെന്നും ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാം. നിങ്ങൾ ചെയ്തു വെച്ചിരുന്ന സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പം നിങ്ങൾ ജോജി സാറിനെ വിളിച്ചിട്ട് അതെ നരൻ ഇങ്ങനൊന്നും അല്ല എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നരൻ ഞാൻ കണ്ടു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് നിങ്ങൾ പറഞ്ഞു ഒരു കുഴപ്പമില്ല. ഇങ്ങനല്ല എടുക്കേണ്ടതെന്ന് പറയാൻ അവനാരാണ്? അവനൊന്നല്ല, ആരുമല്ല. ജെയിംസ് ക്യാമറോൺ പിടിച്ചിട്ട് സന്തോഷ് പണ്ഡിറ്റിനോട് പറയുക നിങ്ങളുടെ പടം മോശമാണെന്ന് അങ്ങനെ പോലും പറയാൻ പാടില്ല. സന്തോഷ് പണ്ഡിറ്റിൻ്റെ പടം സന്തോഷ് പണ്ഡിറ്റിൻ്റെ പടം, ക്യാമറോണിൻ്റെ പടം ക്യാമറോണിൻ്റെ പടം. നിങ്ങൾ ചെയ്ത സൃഷ്ടി നിങ്ങളുടെ സൃഷ്ടി, നിങ്ങളുടെ കൊച്ചു വേറൊരാളെ കൊച്ചു ഒരുപോലെ ഇരിക്കും. വ്യത്യാസം. അത് അത്തരം ഒരു വ്യത്യസ്തത എല്ലാവരുടെയും ചിന്തകളിലും തോട്ടുകളിലും ഉണ്ട്. അപ്പോൾ നമ്മൾ മറ്റൊരാളോട് പറയാൻ പാടില്ല അത് അങ്ങനല്ല ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് വരണം. അപ്പോൾ അവനുണ്ട് നമ്മൾ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കണം. അങ്ങനെ ചെയ്യാൻ പാടില്ല. എനിക്ക് അതൊക്കെയാണ് ആ സംസാരത്തിൽ ഇഷ്ടം. ഈ ഒരു സംരംഭം തുടങ്ങുമ്പോൾ എന്തെങ്കിലും പ്രതിസന്ധികളുണ്ടായിരുന്നോ? അല്ല, ദൈവം അനുഗ്രഹിച്ച് മറ്റു പ്രതിസന്ധികളൊന്നും ഉണ്ടായിരുന്നില്ല. സമയബന്ധിതമായി ഇതിൻ്റെ ഇനാഗുറേഷൻ ഡേറ്റ് ഞാൻ പെട്ടെന്ന് എടുത്തു. അപ്പോൾ അത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടം. എന്നിട്ട് കുറേ പിന്നെ ഫിനിഷിങ്ങിനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരാഴ്ച കൊണ്ട് ബാക്കി തീരും. ഇതിൻ്റെ മൂടും കാര്യങ്ങളും കുറേയൊക്കെ വരാനുണ്ട്. ഭൂരിഭാഗം ജനങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ചോദിച്ചിട്ട് അങ്ങനെ ഒരു കോൾ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അത് ശരിയാണ്. അത് പുള്ളിയും പറഞ്ഞത് ഞാനും പറഞ്ഞു. നമുക്ക് രണ്ട് രീതിയിൽ രക്ഷപ്പെടാം. കുറേ കാലം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പരിശ്രമിച്ച് പലരും വായിക്കാനായിട്ട് അവഗണനയായിട്ട് സഹിച്ച് സ്വന്തം കഴിവ് ഉപയോഗിച്ച് നമുക്കൊരു മേഖലയിലെത്താം.